KSU പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നുവെന്ന നിലപാടിൽ നിന്ന് പിന്മാറുകയാണ് അലോഷി സേവ്യർ. പൂഞ്ഞാർ, ഇടുക്കി സീറ്റുകൾ ലഭിക്കാത്ത തുടർന്ന് നേരത്തെ രാജി നീക്കമുണ്ടായിരുന്നു. അമൽ തേരമ്പ്രബിൽ വിവരങ്ങളുമായി. അമൽ, ഈ KSU സംസ്ഥാന പ്രസിഡന്റ് അക്കോമഡേറ്റ് ചെയ്യുക, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സീറ്റ് കൊടുക്കാതെ സാധാരണ നിലയിൽ നടക്കുന്നതാണ്. അങ്ങനെയാണല്ലോ ഷാഫി പറമ്പിൽ വന്നത്, ഡീൻ കുര്യാക്കോസ് വന്നത്, ഹൈബി ഈഡൻ വന്നത്, PC വിഷ്ണുനാഥ് വന്നത്. അതിന് പലരും ഇപ്പോൾ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഉൾപ്പെടെ പലരും ഇപ്പോൾ ജോസഫ് വാഴക്കനാണെങ്കിലും പുനലൂർ മധു ആണെങ്കിലും ആ പട്ടിക എണ്ണിയാൽ നീണ്ടുപോകും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ KSU പ്രസിഡന്റ് സീറ്റുമായി ബന്ധപ്പെട്ടൊരു അനിശ്ചിതത്വം ഉണ്ടാകുന്നത്? KSU സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും സീറ്റ് നൽകുന്നത് കോൺഗ്രസിൽ സാധാരണ പതിവാണ്. അതിപ്പോൾ 100% വിജയിക്കുന്ന സീറ്റുകളിലൊന്നും പരിഗണിക്കപ്പെട്ടില്ല എങ്കിലും ആ സീറ്റ് നൽകും. അങ്ങനെ വിജയിച്ച സമീപകാലത്ത് വന്നത് ഷാഫി പറമ്പിലാണ്. ഏറ്റവും ഒടുവിൽ വിജയിച്ച KSU അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ്. അതിനു മുൻപ് ഈ KM അഭിജിത്തിന് നൽകിയത് കോഴിക്കോട് നോർത്ത് സീറ്റാണ്. BSDOയ്ക്ക് നൽകിയത് മലമ്പുഴ സീറ്റാണ്. അങ്ങനെയാണ് അത് നൽകി പോന്നിരുന്നത്. അലോഷിക്ക് പക്ഷേ ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പീരുമേട് സീറ്റ് ആദ്യഘട്ടത്തിൽ അലോഷി ഒന്ന് നോക്കിയതാണ്. പക്ഷേ അതിനുശേഷം പീരുമേട് നിന്നും അലോഷി വിട്ടു. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ മത്സരിക്കാമെന്നുള്ളതായിരുന്നു അലോഷിയുടെ ഒരു ആഗ്രഹം. പക്ഷേ ആഗ്രഹം നടന്നില്ല. പെരുമ്പാവൂരാണ് അതിന് പ്രശ്നമായി മാറിയത്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നഷ്ടപ്പെടുകയും മനോജ് മൂത്തേടൻ അവിടെ സീറ്റ് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഒരു യാക്കോബായ പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമല്ല ഇടുക്കിയിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷനായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പല തിരഞ്ഞെടുപ്പുകളിലും പേര് സജീവമായി ചർച്ചയിൽ കേട്ട റോയ് കെ പോലീസിനെ ഇടുക്കിയിൽ നിയോഗിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും അലോഷിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അലോഷിക്കൊപ്പം ജോയി വെട്ടിക്കുഴിക്കും അവിടെ നിന്നും ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് അലോഷി പൂഞ്ഞാർ എന്നൊരു ലക്ഷ്യം വെച്ചത്. പക്ഷേ പൂഞ്ഞാറിൽ അപ്പോൾ തന്നെ സജി ജോസഫ് സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പൂഞ്ഞാറിലും അലോഷിക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അങ്ങനെയാണ് അലോഷി രാജിവെക്കുന്നു എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. KSU സംസ്ഥാന ഒടുവിൽ ആരിലേക്ക് എത്തി? ഇപ്പോൾ വസന്ത് തെങ്ങുംപള്ളി ഉൾപ്പെടെയുള്ള പേരുകൾ നമ്മൾ കേട്ടതാണ്. ഒരുപക്ഷെ അത്തരം പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായേക്കെന്ന് കേട്ടതാണ്. ഇപ്പോൾ അവിടേക്കൊരു അന്തിമ ധാരണയിലേക്ക് എത്തിയോ? സജിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ വസന്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ചർച്ചകളിൽ സജി എന്ന പേരിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പട്ടിക വന്നാൽ മാത്രമേ ഇതൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സജിയുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നതോടെയാണ് അലോഷി സേവ്യർ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുക്കം ദീപ്തി മേരി വർഗീസ് ഒക്കെ പറഞ്ഞ പോലെയാണെങ്കിൽ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഫ്ലക്സ് അടിക്കാനൊക്കെ തുടങ്ങി എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സീറ്റില്ല എന്നുള്ള വിവരം അറിയുന്നത്. അതിനാൽ താൻ KSU സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് അലോഷി എത്തി. പക്ഷേ നേതൃത്വം അലോഷിയുടെ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സീറ്റ് നൽകാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം അലോഷിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനാൽ അലോഷി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല KSUവിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. ആ മെസ്സേജിൽ പറയുന്നത് KSU പ്രവർത്തകരെല്ലാം സജീവമായി കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്കായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറി നിൽക്കൽ ആ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നൊക്കെ കാണിച്ചാണ് അലോഷി ഈ പറയുന്ന പുറത്തു വന്നിരുന്ന വാർത്തകളൊക്കെ നിഷേധിച്ചുകൊണ്ട് രാജിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വിശദീകരിച്ചൊരു കുറിപ്പിറക്കിയിരിക്കുന്നത്. എങ്കിലും അലോഷിക്ക് സീറ്റില്ല എന്നുള്ള വിഷയത്തിൽ ഒരു ഭാഗം KSU നേതാക്കൾക്കൊക്കെ ശക്തമായ എതിർപ്പുണ്ട്. പക്ഷേ യുവാക്കളെ ഈ പട്ടികയിൽ പരിഗണിച്ചില്ല എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. അലോഷിക്ക് സീറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴും VT സൂരജ് സ്ഥാനാർത്ഥിയാണ് ബാലുശ്ശേരിയിൽ, KSUവിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. അതുപോലെ തന്നെ യുവാക്കളുടെ നിര പരിശോധിക്കുകയാണെങ്കിൽ വലിയൊരു നിര അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഇങ്ങ് തിരുവനന്തപുരത്ത് സുധീർ ഷാബാലോട് മുതൽ അങ്ങ് പരിഗണിച്ചു പോയാൽ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടെങ്കിൽ വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വെട്ടാം. അങ്ങനെയുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. മാത്രമല്ല അതാത് മണ്ഡലങ്ങളിൽ നിന്ന് സർവേ ഫലങ്ങൾ അനുസരിച്ചുള്ള റിസൾട്ട് അടക്കം പോയിരുന്നു. അപ്പോൾ അലോഷ്യസിന്റെ പേര് പോയിരുന്നത് ഈ പറയുന്ന ഇടുക്കി മണ്ഡലത്തിലേക്കാണ് അലോഷ്യസിന്റെ പേര് പോയത്. അത് കേരള കോൺഗ്രസിൽ നിന്നും ആ സീറ്റ് എടുക്കുന്നതിന് മുൻപാണ് സർവേയുടെ കാര്യവും അവിടുത്തെ പ്രാദേശിക പിന്തുണ അടക്കമുള്ള കാര്യങ്ങളും അലോഷ്യസിന്റെ കാര്യത്തിൽ പരിഗണിച്ചത്. അപ്പോൾ അലോഷ്യസ് ഇടുക്കിക്കാരനാണെങ്കിലും റോയ് കെ പോലോസിനെ സംബന്ധിച്ചിടത്തോളം, ജോയ് വെട്ടിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ നാട്ടുകാരാണ് എന്ന് മാത്രമല്ല അവർ കഴിഞ്ഞ കുറേ കാലമായി അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് കൃത്യമായി അവിടെ സ്വാധീനമുള്ളതാണ്. മണ്ഡലം കമ്മിറ്റികളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും എല്ലാം ആ സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു പരിഗണനയാണ് റോയ് കെ പോലീസിന് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ജോയ് വെട്ടിക്കുഴിയാണെങ്കിൽ നിലവിൽ അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹിയായിരിക്കുന്ന ആളാണ്, മുനിസിപ്പൽ അധ്യക്ഷനായിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് അവിടെ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും അലോഷിക്ക് നിലവിൽ സീറ്റില്ല. ആദ്യം പ്രകടിപ്പിച്ച അതൃപ്തിയിൽ നിന്നും അലോഷി പതിയെ പിന്നോട്ട് പോവുകയാണ്. അല്ല, ഇടവേളയ്ക്ക് പോവുകയാണെങ്കിലും അലോഷി സേവന്റെ പേര് മുന്നോട്ട് വെച്ചതാരാണ്? അതൊരു ചെറിയ ഉത്തരം കൂടെ കേട്ടാൽ അതിനകത്തൊരു വ്യക്തത വരും. അലോഷി സേവന്റെ പേരാരാണ് വെച്ചത്? ആര് വയ്ക്കാത്തതുകൊണ്ട് വന്നില്ല? KSU സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായും അലോഷിയുടെ പേര്
വരേണ്ടതാണ്. പ്രത്യേകിച്ചും സ്വന്തം മണ്ഡലത്തിൽ തന്നെ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അലോഷിയുടെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്നത് അടിമാലി ഉൾപ്പെടുന്ന ദേവികുളം മണ്ഡലമാണ്. അത് സംവരണ മണ്ഡലമാണ്. അവിടെ പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും വിജയസാധ്യതയുള്ള മറ്റേതെങ്കിലും ഒരു മണ്ഡലം നോക്കുമ്പോഴാണ് ഇടുക്കി വരുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ നമ്മൾ ആ പട്ടിക പരിശോധിക്കുമ്പോഴാണ് എങ്കിൽ ഡീൻ കുര്യാക്കോസ് കൃത്യമായി തന്നെ ജോയ് വെട്ടിക്കുഴിയുടെ പേര് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ വിഭാഗം റോയ് കെ പോലോസിന് ഒരു സീറ്റ് കഴിഞ്ഞ കുറേ കാലമായി മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും റോയ് കെ പോലോസിന് ഉണ്ടാകാറുണ്ട്. അതിനാൽ റോയ് കെ പോലോസിന്റെ പേര് കെ.സി. വേണുഗോപാൽ വിഭാഗം കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അലോഷ്യസ് സേവ്യറിന്റെ പേര് അവതരിപ്പിച്ചത് ബി.ഡി. സതീശനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും അലോഷ്യസിന്റെ പേരിനോട് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുമില്ല. അലോഷ്യസ് പ്ലേസ് ചെയ്യണം എന്നൊരാഗ്രഹം. പക്ഷേ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കെ.സി. സംസ്ഥാന പ്രസിഡന്റ് അവസ്ഥ ഇതാണ്. പട്ടികയുടെ പൊതുസ്ഥിതി ഇതാണ്. ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ പട്ടികയിൽ പേര് വരും, ഇല്ലെങ്കിൽ ഇല്ല. വെട്ടാൻ ഒരു മാനദണ്ഡം, വയ്ക്കാൻ മറ്റൊരു മാനദണ്ഡം എന്നാണ് ഇപ്പോൾ. എന്തായാലും പട്ടിക വരട്ടെ, അപ്പോൾ കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോവാം.